നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടപ്പാതയിൽ ഭൂമി കുഴിഞ്ഞ കാണാതായവരെ കുറിച്ചുള്ള വാർത്തകൾ ഇതിനു മുൻപേ വന്നതാണ്. ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവരം പുറത്തു വരുന്നത്. ഈ കാണാതായവരെ കുറിച്ചുള്ള ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഈ തെരച്ചിൽ അതീവ അപകടം പിടിച്ച നിലയിലെന്നാണ് അധികൃതർ പറയുന്നത്. 8 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിലാണ് അധികൃതരുടെ പ്രതികരണം എത്തുന്നത്. തുടർന്നും മുങ്ങൽ വിദഗ്ധരെ മേഖലയിൽ തെരച്ചിലിന് ഇറക്കുന്നത് അപകടകരമാണെന്ന് അധികൃതർ വിശദീകരിച്ചു. ഓഗസ്റ്റ് 23 കാണാതായ ഇന്ത്യൻ യുവതിയായ വിജയലക്ഷ്മി ഗാലിയെ കണ്ടെത്താനായി 110 രക്ഷാപ്രവർത്തകരാണ് രാവും പകലുമില്ലാതെ പ്രയത്നിക്കുന്നത്. ആദ്യത്തെ 17 മണിക്കൂറിനുള്ളിൽ നടത്തിയ തെരച്ചിലിൽ വിജയലക്ഷ്മിയുടെ ചെരുപ്പ് മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതല്ലാതെ മറ്റൊന്നും തന്നെ തെരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഭൂഗർഭ അഴുക്കുചാലിൽ തെരച്ചിൽ നടത്താൻ ഇറങ്ങിയ 2 മുങ്ങൽ വിദഗ്ധർ അടിയൊഴുക്കിൽ നിന്ന് തലനാടിലേക്കാണ് രക്ഷപ്പെട്ടത്. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഇതെന്നാണ് രക്ഷാപ്രവർത്തകർ വിശദീകരിക്കുന്നത്. കോൺക്രീറ്റ് അടക്കമുള്ള അവശിഷ്ടങ്ങൾ ഇടയിൽ കുടുങ്ങിയ ഒരു മുങ്ങൽ വിദഗ്ധനെയും അഴുക്കുചാൽ ശുചീകരണ തൊഴിലാളിയെയും ഏറെ പാടുപെട്ടാണ് ഒപ്പമുണ്ടായിരുന്നവർ രക്ഷപ്പെടുത്തി മുകളിലേക്ക് കയറ്റിയത്. സ്കൂബ ഡൈവിംഗ് ഉപകരണവുമായി അഴുക്കുചാലിൽ തെരച്ചിലിൽ ഇറങ്ങിയ സംഘത്തിന് കാഴ്ച ലഭ്യമല്ലാത്ത സാഹചര്യവും ശക്തമായ അടിയൊഴുക്കുമാണ് നേരിടേണ്ടി വന്നത്. ഇതിന് പിന്നാലെ ആദ്യം രൂപം കൊണ്ട സിംഗിൾ ഹോളിന് 50 മീറ്റർ അകലെ മറ്റൊരു സിഗ് ഹോൾ കൂടി രൂപം കൊണ്ടതും രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. 48കാരിയെ കാണാതായ സിഗ് ഹോളിൽ നിന്ന് 44 അടി ദൂരത്തിൽ വരെയുള്ള മാലിന്യങ്ങൾ മാറ്റി പരിശോധന നടത്താനുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടക്കുന്നത്. 48കാരിയുടെ കുടുംബങ്ങൾക്ക് മലേഷ്യ വിസ കാലാവധി നിലവിൽ നീട്ടി നൽകിയിട്ടുണ്ട്. കുടുംബത്തിന്റെ അനുശോചനത്തിൽ പങ്കുചേരുന്നതായി സിറ്റി ഹാളിൽ നടക്കേണ്ടിയിരുന്ന ദേശീയ ദിനാചരണം മലേഷ്യ റദ്ദാക്കിയിരുന്നു. കുടുംബ അംഗങ്ങൾക്കൊപ്പം റോഡിലൂടെ നടന്നു പോകുന്നതിനിടയിലാണ് ഈ ആന്ധ്രാപ്രദേശിലെ കുപ്പത്തിലുള്ള അനിമി ഗാനിപ്പള്ളി സ്വദേശിയായിട്ടുള്ള വിജയലക്ഷ്മി ഗാലിയെയാണ് ഓഗസ്റ്റ് 23 കാണാതായത്. നിരവധി പേരുള്ള നടപ്പാതയിൽ വിജയലക്ഷ്മിക്ക് അപകടമുണ്ടാവുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. മകനും ഭർത്താവിനുമൊപ്പം സുഹൃത്തുക്കളെ കാണാനായി 2 മാസങ്ങൾക്ക് മുൻപാണ് വിജയലക്ഷ്മി മലേഷ്യയിലെത്തിയത്. മടക്കയാത്രയ്ക്ക് ഒരുങ്ങുന്നതിനിടയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത്.